അതുകൊണ്ട് ഈ കൊള്ളത്തിൽ നിന്ന് ഈ പാല് തലയിൽ കൂടി ഞാൻ ഒഴിക്കുക. തലയിൽ കൂടി ഞാൻ ഒഴിക്കുക. അത്ര വിഷമമുണ്ട് എനിക്ക്. കൊല്ലം പരവൂരിൽ യുവ ക്ഷീരകർഷകന്റെ പ്രതിഷേധ പാലഭിഷേകം. വിഷ്ണു എന്ന യുവ ക്ഷീരകർഷകനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. കൊല്ലം ജില്ലയിലെ പരവൂരിൽ നെടുങ്കോലം കൂനയിൽ സഹകരണ സംഘത്തിലാണ് വിഷ്ണു ഈ വേറിട്ട പാലഭിഷേക പ്രതിഷേധ രീതി സംഘടിപ്പിച്ചത്. വിഷ്ണു കൊണ്ടുവരുന്ന പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്നാൽ വിഷ്ണുവിന്റെ പക്കൽ നിന്നും പാല് മേടിക്കുന്നവർക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. 5-6 മാസമായിട്ട് പാല് വാങ്ങിക്കുന്നത് വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നാണ്. വിഷ്ണു ഡയറി ഫാം. ഇതുവരെ പാലിനൊരു കംപ്ലൈന്റോ അല്ലെങ്കിൽ പാല് പിരിഞ്ഞതായിട്ടോ ഒന്നും നമുക്ക് ഒരു അനുഭവമില്ല. നല്ല പാല് തന്നെയാണ് കൊണ്ടുവരുന്നത് മൊത്തം. ഞാൻ വിഷ്ണുവിൻ്റെ ഫാമിൽ നിന്ന് 3 മാസത്തോളമായിട്ടാണ് പാല് മേടിച്ച് തുടങ്ങി. ഇതുവരെ അതിനൊരു കംപ്ലൈൻറ്റും ഇല്ല. ഫ്രിഡ്ജ് വെച്ച് 2 ദിവസം ഫ്രിഡ്ജ് വെച്ചാൽ ഞാൻ എടുത്ത്. അതിനും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. മോന് പാലായിട്ട് കൊടുക്കുന്നുണ്ട്, കാച്ചി കൊടുക്കുന്നുണ്ട്, പ്രശ്നമില്ല. ഞങ്ങൾ ചായ ഇട്ട് ഒഴിക്കുന്നുണ്ട്, പ്രശ്നമില്ല. നല്ല പാലാണ്. പിരിഞ്ഞുപോയി എന്ന് പറയുന്ന പാലിന്റെ ബാക്കി പാത്രത്തിൽ ഇരുന്നത് തിളപ്പിച്ചപ്പോഴും പാലിന് കേട് സംഭവിച്ചില്ല എന്നും വിഷ്ണു പറയുന്നു. ലാസ്റ്റ് ഇരുന്ന പാല അതിപ്പോ വെള്ളവും ചേർത്ത് മേഡം ഇതാക്കിയതാ. നോക്ക്, ഇതൊന്നും ആയിട്ടില്ല. ഇത്ര പാലേ ഉള്ളൂ ക്യാനകത്ത്. കണ്ടോ? ഇനി ഇതാ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ബാലൻസ് ഇരുന്ന പാല് എന്ത് മേഡം, ഇതിപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇരുന്ന ബാലൻസ് പാലാ. ആ പശുവിൻ്റെ പാല് ബാലൻസ് ഇന്ന് രാവിലെ കൊടുത്ത പശുവിൻ്റെ പാല് ഇത് ഇവിടെ ചൂടാക്കി നോക്കി. എൻ്റെ പാല് മാത്രം പ്രത്യേകം കൊണ്ടുപോകണത്. അപ്പോൾ പ്രത്യേകം കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ മണ്ടന്മാരാണോ? ഞങ്ങൾ അങ്ങനെ മോശപ്പെട്ട ദിവസേന കിടക്കുന്ന പാലിന് എന്താ മേഡം കുഴപ്പം? മേഡം ചോദിച്ചാൽ എന്തെങ്കിലും പാലിതാ. കഴിഞ്ഞ ദിവസം വിഷ്ണുവിന്റെ ഭാര്യ പാലളക്കാൻ ക്ഷീരസംഘത്തിൽ ചെന്നപ്പോൾ അവിടെ അളക്കാൻ പറ്റില്ലെന്ന് പറയുകയും ആളുകളുടെ മുന്നിൽ വെച്ച് തന്റെ ഭാര്യയെ അസഭ്യം പറയുകയും പരിഹസിക്കുകയും ചെയ്തതായി വിഷ്ണു ആരോപിക്കുന്നു. ക്ഷീരസംഘം പ്രസിഡന്റ് മഹേന്ദ്രൻ പിള്ള എന്ന ആളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നാണ് വിഷ്ണുവിന്റെ ആരോപണം. താനിവിടെ പ്രസിഡന്റായി ഇരിക്കുന്നിടത്തോളം കാലം വിഷ്ണു കൊണ്ടുവരുന്ന പാൽ ക്ഷീരസംഘത്തിൽ സ്വീകരിക്കില്ല എന്ന് മഹേന്ദ്രൻ പിള്ള പറഞ്ഞതായി വിഷ്ണു പറയുന്നു. ഇന്നലെ എന്റെ വൈഫ് പാല് കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പശുവിനെ കൊണ്ട് ഞാൻ ചിറയൻകീഴ് പോയതാ. എന്റെ വൈഫിന്റെ അടുത്ത് വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത്. അസഭ്യം പറയുകയും കൂടെ ഉണ്ടായിരുന്ന ലേഡി സ്റ്റാഫുകളുടെ കൂടെ നിന്ന് പരിഹസിക്കുകയും പാൽ ഒഴിക്കാൻ പറ്റത്തില്ലെന്നും ഞാൻ ഇവിടെ ഈ സൊസൈറ്റിയിൽ സംഘത്തലവനായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പാലിവിടെ എടുക്കത്തില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എന്റെ വൈഫ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് വിഷ്ണു ക്ഷീരമേഖലയിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ 6 വർഷമായി ഈ സംഘത്തിലാണ് പാൽ അളക്കുന്നതും. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി വിഷ്ണു കൊണ്ടുചെല്ലുന്ന പാൽ മറ്റൊരാളുടെ പേരിൽ ബില്ലടിക്കുന്നത് വിഷ്ണുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ചോദിച്ചപ്പോൾ തെറ്റിപ്പോയതാണ് എന്നായിരുന്നു ജീവനക്കാർ അറിയിച്ചത്. അതിനുശേഷമാണ് തന്റെ പാൽ പിരിഞ്ഞു പോകുന്നതായി പറഞ്ഞ് ജീവനക്കാർ മാറ്റിവെക്കുന്നതെന്നും വിഷ്ണു പറയുന്നു. ഇതോടൊപ്പം പശുക്കളുടെ വിൽപ്പനയും വിഷ്ണു നടത്തുന്നുണ്ട്. മാസത്തിൽ ഏകദേശം 60ഓളം പശുക്കളെയാണ് തന്റെ ഫാമിൽ നിന്നും ഇദ്ദേഹം വിൽപ്പന നടത്തുന്നത്. എന്നാൽ പശുവിനെ മേടിക്കാൻ വരുന്നവരോട് ക്ഷീരസംഘത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ച് തന്നെ കള്ളനാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇതിന്റെ പേരിൽ തനിക്ക് പശുക്കളുടെ കച്ചവടത്തിൽ വലിയ നഷ്ടമാണ് നേരിടുന്നതെന്നും വിഷ്ണു ആരോപിക്കുന്നു. ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ CPM പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോൾ ആ പാല് എന്നും പ്രശ്നമാണ്. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ ഒരു മാസം 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകനാണ്. ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല. ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം. എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട്ട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ്? ഞാൻ എവിടെ പാല് ഒഴിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ? അതുകൊണ്ട് ഈ കൊള്ളത്തിൽ നിന്ന് ഈ പാല് തലയിൽ കൂടി ഞാൻ ഒഴിക്കുക. തലയിൽ കൂടി ഞാൻ ഒഴിക്കുക. അത്ര വിഷമമുണ്ട് എനിക്ക്. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്. എന്നെ ദ്രോഹിക്കുകയാണ്. ഈ പരവൂര് നെടുങ്കോലം കൂനയിൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള് മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ SNF ഇല്ല, റീഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടുവരുന്ന പാലിനെല്ലാം വിലയുണ്ട്. ഞങ്ങൾ 7 മണിക്ക് കൊണ്ടുവരുന്ന പാലിന് വിലയില്ല. എന്തോ വേണം? നിങ്ങൾ തന്നെ പറ. ഞാൻ ഈ വെളുപ്പാകാലത്ത് ഈ 10-27 വയസ്സുള്ള ഞാൻ ഈ കറന്നുകൊണ്ടിരുന്ന പാലിന് എന്താ കുഴപ്പം? ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10-22 ലിറ്റർ പാല് 1-2 വർഷം 6 വർഷമായിട്ട് ഒഴിക്കുകയാണ്. കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ്. എന്റെ പാല് മാത്രം കുഴപ്പം. മഹേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി വെക്കുന്ന പാലിന് കുഴപ്പമില്ല.
നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വളർന്നുവരുന്ന യുവ ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം നിരുത്സാഹപ്പെടുത്തിയാൽ ഭാവിയിൽ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ ആളുകൾ മടിക്കും. അധികാരികൾ ഇതിന് വേണ്ട പരിഹാരം കാണണമെന്ന് പറഞ്ഞാണ് വിഷ്ണു ക്ഷീരസംഘത്തിൽ വെച്ച് പാലഭിഷേക പ്രതിഷേധം നടത്തിയത്.